നമസ്കാരം. നമസ്കാരം. ഞാൻ ഷാജ എന്ന് വിളിക്കുമ്പോഴും ശരിക്കും എന്താ ഫുൾ നെയിം? എൻ്റെ പേര് ഷാജു അറക്കൽ. ഷാജു അറക്കൽ. യെസ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് താങ്കളെ ഒന്ന് നന്നായിട്ട് അറിയാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. എന്താ പ്രൊഫഷൻ, ബാക്ക്ഗ്രൗണ്ട് എന്താ ഇപ്പോഴുള്ള ബിലീഫ് സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എന്തായാലും നമ്മളെ കാണുമ്പോൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഇങ്ങനെ കുറേ നാൾ സോഷ്യൽ മീഡിയയിൽ കിടന്നതുകൊണ്ട് എൻ്റെ ഫേസ് കാണുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ദുരുപദേശം വന്നിട്ടുണ്ട് എന്ന് ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷാജി ചേട്ടൻ നമുക്ക് ആദ്യമായിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാവോ? തീർച്ചയായും. ഞാൻ ഒരു എക്സ് പ്രീസ്റ്റാണ്. എനിക്കൊരു 10-17 വർഷം എൻ്റെ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിലായിരുന്നു. അതിനുശേഷം നമുക്ക് നമ്മുടെ മനസാക്ഷി പറഞ്ഞ പോലെ ഞാൻ ആ പ്രീസ്റ്റ്ഹുഡ് ഞാൻ ലീവ് ചെയ്തു. ഇപ്പം ഞാൻ പ്രീസ്റ്റ്ഹുഡ് ലീവ് ചെയ്തിട്ട് ഏകദേശം ഒരു 10-11 വർഷമായി. ഇപ്പോൾ കറണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ട്യൂഷൻ സെൻറ്റർ റൺ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ വൈഫും കൂടി. അപ്പോൾ ഞാൻ ശരിക്കും ജനിച്ചു വളർന്നത് CSI ബാക്ക്ഗ്രൗണ്ടില്ല, ഒരു ട്രഡീഷണൽ CSI ബാക്ക്ഗ്രൗണ്ടാണ്. അത് ഞാൻ പൗരോഹിത്യം എടുത്തത് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഇതിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഏത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു, ഏത് ഡിനോമിനേഷനിലായിരുന്നു? ഞാൻ കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്നു. ഐ വാസ് വർക്കിംഗ് ഫോർ MSFS കോൺഗ്രിഗേഷൻ. ഒരു ഫോറിൻ കോൺഗ്രിഗേഷനാണ്. അതിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസൊക്കെ ബാംഗ്ലൂരാണ്. ഞാൻ പഠിച്ചതും ഭൂരിഭാഗം പഠിച്ചത് ബാംഗ്ലൂരാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാനിതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ സംസാരിക്കേണ്ടത്? ഇപ്പോൾ മനോജ് ജി, ഞാൻ അറിഞ്ഞോടത്തോളം വെച്ച് ഒരു സ്പിരിച്വാലിറ്റിയിൽ ഒരു സയൻറ്റിഫിക് ആയിട്ട് റിസർച്ച് നടത്തി, ഒരു അപ്രോച്ച് നടത്തി ഈ ആ മേഖലയിലാണല്ലോ ആത്മീയ കാര്യങ്ങൾ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മനോജിക്ക്. അപ്പോൾ ഇന്നത്തെ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എത്രമാത്രം ആളുകളെ ദൈവാനുഭവത്തിൽ വളരാനും ആത്മീയ വളർച്ച പ്രാപിക്കാനൊക്കെ ഇന്നത്തെ മത ആചാരാനുഷ്ഠാനങ്ങൾ, എൻ്റെ റിച്വൽസും അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തുമാത്രമാണ് സഹായിക്കണത്? അതല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും. ഓക്കെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അനുഭവത്തിൽ നിന്ന് പറയുമ്പോഴാണല്ലോ അത് ശരിക്കും സത്യമാകുന്നത്. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രീച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഈ കാര്യം പറയാം. ഞാനത് കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, എന്നാലും ആവർത്തന വിരസത ഉണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ, എനിക്ക് തോന്നുന്നു ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളെ ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ അപ്പനും അമ്മയും ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കാൻ കൊണ്ടുപോകായിരുന്നു. കൺവെൻഷൻസ്, ക്രൂസൈഡ്സ്, ചർച്ചിലെ മീറ്റിങ്സ്, അങ്ങനെ ഒത്തിരി മീറ്റിങ്സ്, ചർച്ചിലെ മാത്രമല്ല പുറമേയുള്ള മീറ്റിങ്സ്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ദിനകരൻ അങ്കിൾ, പോൾ ദിനകരൻ, അതുപോലെ പിന്നെ ഒത്തിരി പ്രീച്ചേഴ്സ് വരുന്ന കൺവെൻഷൻ തിരുവനന്തപുരത്ത് വരുമായിരുന്നു. ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം പോലെയുള്ള വലിയ മീറ്റിംഗ് വരുമായിരുന്നു. ഇതിനൊക്കെ അപ്പനും അമ്മയും എന്നെ കൊണ്ടുപോകും. അപ്പോൾ അവരങ്ങനെ ഒരു വിശ്വാസ മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിക്കും. അപ്പോൾ യേശുവിലൂടെയുള്ള രക്ഷ, അന്ന് അങ്ങനെയൊക്കെയാണല്ലോ ഈ തുടങ്ങുന്നത്. യേശു രക്ഷകനാണ്, യേശുവിലൂടെയാണ് പാപമോചനം, യേശു നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും, ദൈവരാജ്യത്തിന് അവകാശിയാക്കും എന്നൊക്കെ പറയുമ്പോൾ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇൻ മൈ ലൈഫ്, എനിക്കങ്ങനെ എൻ്റെ ലൈഫിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ മീറ്റിങ്ങിലൊക്കെ നടക്കുന്ന സമയത്ത് രോഗികളെ ശുശ്രൂഷിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുന്നു. ഇൻസ്റ്റൻ്റായിട്ട് രോഗികളൊക്കെ ഇങ്ങനെ സൗഖ്യമായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അന്യഭാഷയിലുള്ള സംസാരം, അഭിഷേകത്തിൻ്റെ കാര്യങ്ങൾ. സോ ഇതൊക്കെ എങ്ങനെ എനിക്ക് പ്രാപിക്കാൻ പറ്റുമെന്ന് ഞാൻ അച്ഛന്മാരോട് ചോദിച്ചിട്ടുണ്ട്, പ്രാസംഗികരോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ വരുന്ന ക്ലാസ് എടുക്കാൻ വരുന്ന ട്രെയിനേഴ്സിൻ്റെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഈ പ്രസംഗിക്കുമെങ്കിലും ഈ പ്രാക്ടിക്കലി ഇതെങ്ങനെ ഒരു വ്യക്തിയിൽ ആക്റ്റീവാക്കി കൊടുക്കാമെന്നുള്ളതിനെക്കുറിച്ച്
ഇവരാരും സംസാരിക്കുന്നില്ല. ഇല്ല. അപ്പോൾ എനിക്കിത് വേണം. ജീസസ് അത്ഭുതങ്ങൾ ചെയ്തു എന്ന് ബൈബിൾ പറയുമ്പോൾ തൊട്ടടുത്ത അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്രോസും അത്ഭുതം ചെയ്തു, പൗലൂസും അത്ഭുതം ചെയ്തു. അപ്പോൾ ജീസസ് മാത്രമല്ല അത്ഭുതം ചെയ്യുന്നത്, ശിഷ്യന്മാർക്കും അത്ഭുതം ചെയ്യാൻ പറ്റും. സോ എനിക്കത് എന്തുകൊണ്ട് പറ്റത്തില്ല? ബൈബിൾ പറയുന്നു, ജീസസ് പറയുന്നു, ഞാൻ ചെയ്ത് നിനക്ക് ചെയ്യാം, ഞാൻ ചെയ്തത് അധികവും നിനക്ക് ചെയ്യാം എന്ന് ബൈബിൾ പറയുമ്പോൾ ഇറ്റ്സ് പോസിബിൾ ത്രൂ മീ ആൾസോ. അപ്പോൾ എങ്ങനെ എനിക്കത് പ്രാപിക്കാൻ പറ്റുമെന്നുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലപ്പോഴും എനിക്ക് കിട്ടുന്ന ആൻസർ നിരാശയായിരുന്നു. എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നില്ല, എനിക്കെങ്ങനെ ഇത് പ്രാപിക്കാം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സോ ഞാൻ ഈ കാര്യത്തിൻ്റെ ഇങ്ങനെ അന്വേഷണ മനോഭാവമായിട്ട് ഇങ്ങനെ നടന്നു. ഇടയ്ക്ക് ഞാൻ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് കയറി ചെറിയൊരു പീരീഡ് ബ്രേക്ക് വന്നുവെങ്കിൽ വീണ്ടും ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ പിന്നാലെ യാത്ര തുടങ്ങി. അപ്പോൾ ഞാൻ പാരമ്പര്യമായി വിശ്വസിച്ച് വന്ന എൻ്റെ ക്രിസ്തീയ മതം, എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, എൻ്റെ മുത്തച്ഛനും മുത്തച്ഛിയും പഠിപ്പിച്ച കാര്യങ്ങൾ, എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് പഠിപ്പിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ ചർച്ചിനകത്തുള്ള ലീഡേഴ്സ്, അച്ഛന്മാർ, പാസ്റ്റർമാർ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിനകത്ത് ആപ്ലിക്കബിൾ ആകാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ വിശ്വാസ പ്രമാണങ്ങളും അവിടെയുള്ള മതാചാര കാര്യങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒന്നിടപെടാതെ ഞാൻ അനുവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ അന്വേഷണം മതത്തിൻ്റെ ബാരിയർ പൊളിച്ചുകൊണ്ട് പുറമേ അന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി. അപ്പോഴാണ് ആ സത്യം എന്നിൽ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വളരെ കുഞ്ഞുനാൾ മുതലേ ഞാൻ ഈ റിച്വൽസും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ എൻ്റെ ലൈഫിനകത്ത് പകർത്തി നോക്കിയിട്ടും എനിക്ക് ദൈവിക അനുഭൂതി കിട്ടിയിട്ടില്ല, ദൈവിക ആസ്വാദനം കിട്ടിയിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിനകത്ത് പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നില്ല. സോ ഈ വേലിക്കെട്ട് പൊളിച്ചിട്ട് എന്നാണോ ഞാൻ വെളിയിലിറങ്ങുന്നത്, അന്ന് മുതൽ ഇത് എന്നിലേക്ക് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് തലനാരിട കീറി മുറിച്ച് പരിശോധിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ. ജീസസ് ജനിച്ച് 30 വയസ്സ് കഴിഞ്ഞിട്ട് ആ യഹൂദൻ്റെ മതാചാരങ്ങളിൽ നിന്ന് വേറിട്ടിറങ്ങി പുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന യോഹന്നാൻ സ്നാപകൻ്റെ മിനിസ്ട്രിയിലേക്ക് ജീസസ് കാലെടുത്ത് വെച്ചു. യോഹന്നാൻ സ്നാപകൻ്റെ മിനിസ്ട്രി അന്നത്തെ പൗരോഹിത്യമോ യഹൂദമതമോ അംഗീകരിച്ചിരുന്നില്ല. ചോദ്യചിഹ്നങ്ങളായിരുന്നു. നീ എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു, ആരാ നിനക്ക് ഇത് പ്രസംഗിക്കാൻ അധികാരം തന്നെന്നൊക്കെ പറഞ്ഞ ആ യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രിയിലേക്ക് ജീസസ് ചുവടുവെച്ച് പോവുകയാണ്. അതായത് യേശുവിനെ വളർത്തിയ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും മതാചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അദ്ദേഹം സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് മറ്റൊരു കാര്യത്തിലേക്ക് അദ്ദേഹം പോയപ്പോഴാണ് അദ്ദേഹത്തിലേക്കും ദൈവിക ചൈതന്യവും ദൈവിക അനുഭൂതികളും ആസ്വാദനവും വന്നെത്തിയത്. ഞാൻ വീണ്ടും ചില സ്പിരിച്വൽ ഐക്കോൺസിനെ പരിശോധിച്ചു. ശ്രീ ബുദ്ധൻ, സിദ്ധാർത്ഥൻ എങ്ങനെ ബുദ്ധനായി, ശ്രീ വിവേകാനന്ദൻ അദ്ദേഹത്തിന് എങ്ങനെ ഈ ദൈവിക അനുഭവം ഉണ്ടായി, ശ്രീനാരായണ ഗുരുവിന് എങ്ങനെ ഉണ്ടായി, ഇങ്ങനെ സ്പിരിച്വൽ ഐക്കോൺസ് എന്ന് ലോകം പറയുന്ന വ്യക്തികളുടെ ലൈഫിനകത്ത് ഇതെങ്ങനെയാണ് ആക്റ്റീവ് ആയതെന്ന് ചിന്തിച്ചപ്പോൾ അവരെല്ലാം ജനിച്ച് വളർന്ന അനുഷ്ഠിച്ച് വന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും പുറത്ത് വന്നപ്പോഴാണ് അവരുടെ ലൈഫിനകത്ത് ഇത് ആക്റ്റീവായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മതങ്ങൾ ദൈവിക ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മതങ്ങൾ ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ മോറൽ സപ്പോർട്ടിനപ്പുറത്തേക്ക് മതത്തിന് ഒരു ദൈവിക ആസ്വാദനവും തരാനായിട്ട് പറ്റത്തുമില്ല, അതിനുള്ള കാപ്പബിലിറ്റി ഇല്ല. ഓക്കെ, അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ആസ്വാദനവും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അന്വേഷിച്ച് വരുന്നവർക്ക് ഈ ദൈവിക ആസ്വാദനം അവരുടെ ലൈഫിനകത്ത് ആക്റ്റീവ് പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ 100 കണക്കിന് 1000 ആൾക്കാരിലേക്ക് ഞാനിത് ആക്റ്റീവാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എത്ര പേര് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ അതിൻ്റെ ട്രൂ സെൻസിൽ എടുത്തിട്ട് ആ പൊട്ടൻഷ്യലോടുകൂടെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും ആൾക്കാർ ദൈവിക ആസ്വാദനത്തിനും ദൈവിക അനുഭൂതിക്കും വേണ്ടിയിട്ട് പോകുന്നത് പള്ളികളിലോ അമ്പലങ്ങളിലോ മോസ്കുകളിലോ പിൽഗ്രിം സെന്റേഴ്സിലോ ധ്യാന കേന്ദ്രങ്ങളിലോ ഒക്കെയാണ്. കിട്ടത്തില്ല. കിട്ടുമായിരിക്കും. എന്താ, അവരുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ദൈവിക അവർക്ക് അവരിൽ ഒരു ദൈവാനുഭവം അവർക്ക് സാധിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അവർ സ്പിരിച്വലായിട്ട് വളരുന്നുണ്ടെന്ന് അവർക്ക് തോന്നുകയാണ് ഈ മത ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ. വാസ്തവത്തിൽ അവർക്ക് ആ സത്യദൈവമായിട്ട് ആ
സത്യമായിട്ട് അല്ലെങ്കിൽ ആ ദൈവമായിട്ട് അവർക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇനി ഞാനതിന് വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ അദ്ദേഹം സിഗരറ്റ് വലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിഗരറ്റ് വലിക്കുന്ന ഒരു 2-3 മിനിറ്റ് ആ ഒരു സിഗരറ്റ് പുകഞ്ഞ് തീരുന്നത് വരെ കിട്ടുന്ന ഒരു കിക്കുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. ചില ആൾക്കാർ മദ്യം കുടിക്കും. ഈ മദ്യം കുടിക്കുന്ന എന്തിനാ? ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 ബെഗോ 3 ബെഗോ 5 ബെഗോ കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ആ ഒരു ആ സമയത്തുണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ ചില ഉന്മാദത്തിന് വേണ്ടി, ചില അനുഭൂതികൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള പദാർത്ഥങ്ങൾ അവർ ആശ്രയിക്കും. ഇനി ചില വ്യക്തികളാണെങ്കിൽ പദാർത്ഥങ്ങൾ ആശ്രയിക്കത്തില്ല, ഒരു സിനിമ കാണാൻ പോകും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോയി സമയിരിക്കും. അപ്പം അവർ ഉന്മാദം കണ്ടെത്തുന്നത് ഈ ട്രാവലിനും ബീച്ചിനകത്തും അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റിനോടാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ പഴയതുപോലെ. ഇതേപോലെ ഒരു അനുഭൂതി മാത്രമേ ഈ മതസ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അതൊരു മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു അനുഭൂതിക്കപ്പുറത്ത് ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒന്നും അവിടെ ഇല്ല. മനസ്സിന്റെ മാത്രം താൽക്കാലികമായിട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്, DJ പാർട്ടിക്ക് പോകുമ്പോൾ DJ പാർട്ടിക്ക് പോയി അവിടെ ഞാൻ കല്ലുപോലെ നിൽക്കാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഒരു 3 പാട്ട് കഴിയുമ്പം അവരുടെ കാല് ചലിച്ചു തുടങ്ങും, പിന്നെ കൈ ചലിച്ചു തുടങ്ങും. ആ ഋതത്തിനനുസരിച്ച് അവരുടെ ബോഡി അനങ്ങും. ഇതേ കാര്യം തന്നെയാണ് ഒരു മതസ്ഥാപനത്തിനകത്തുള്ള ഒരു വർഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നടക്കുന്നത്. ആദ്യത്തെ മസിൽ പിടിച്ച പാട്ട് ഇങ്ങനെ നിൽക്കും, അത് കഴിഞ്ഞ് അടുത്ത് കുറച്ചുകൂടെ മനസ്സിനെ സ്പർശിക്കുന്ന പാട്ട് വരുമ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് അനക്കും. ചിലപ്പോൾ ഒരു 3ാമത്തെ 4ാമത്തെ പാട്ട് വരുമ്പോൾ ചിലപ്പോൾ നീ മാത്രം മതി, ഈ പാട്ടൊക്കെ വരുമ്പോൾ 2 തുള്ളി കണ്ണീര് വരും. സോ ആ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ആത്മാവിനല്ല കിട്ടുന്നത്, മനസ്സിന്റെ ഒരു ഉന്മാദമാണ്. ആ മൊമെന്റ് കഴിഞ്ഞ് വെളിയിലിറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ പച്ച മനുഷ്യനാവും. സ്ഥായിയായിട്ടുള്ള സ്ഥിരതയില്ല. അപ്പം മതസ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആരാധനകളിൽ കിട്ടുന്ന ഈ മത അനുഷ്ഠാനങ്ങളിലൂടെ കിട്ടുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിന് മാത്രം കിട്ടുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭൂതി മാത്രമാണ്. അതൊരിക്കലും ആത്മാവിനെ റിലേറ്റ് ചെയ്യുന്നതാകത്തില്ല. ആത്മാവിനെ റിലേറ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ആത്മാവും കൂടെ ചേരണം. ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും കൂടെ യുണൈറ്റഡ് ആകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയിൽ ആത്മസാക്ഷാത്കാരം, ആത്മീയ അനുഭൂതി ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കറിയാം, ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ശരീരം തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മാദമുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. അത് ആ 2 ശരീരങ്ങൾ ചേരുമ്പോഴാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും കൂടെ ചേരുമ്പോൾ മാത്രമേ ആത്മീയ ആസ്വാദനത്തിൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതൊരിക്കലും മതത്തിന് തരാൻ പറ്റില്ല. ഇനി അച്ഛൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവമാണ്. അല്ല, എനിക്ക് ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സെമിനാരിയിലേക്ക് ഒരു വൈദികനാവാനായിട്ട് സെമിനാരി പഠനങ്ങൾക്കൊക്കെ പോണതിന് മുമ്പാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ഉണ്ടായ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പിന്നെ ആത്മീയ ഒരു ആഗ്രഹം, ആത്മീയ ജീവിതത്തിന് ഞാൻ ഈ അനുഭവിച്ച കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ, ഈ ദൈവത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അതല്ലാണ്ട് ഞാനൊരു വാസ്തവത്തിലൊരു ഇന്നത്തെ നാമമാത്ര ഒരു വൈദികനാവാൻ പോയ ആളല്ല, അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് പോയ ആളല്ല. എനിക്ക് ഓൾറെഡി എൻ്റെ എഞ്ചിനീയറിംഗ് പ്രൊഫഷന് വേണ്ടി പോയ ആളല്ല, ഒരു പ്രൊഫഷന് പോയ ആളല്ല. എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് അത്യാവശ്യം ഞാൻ ജോലിയൊക്കെ ചെയ്ത് ആ ഒരു ഉപജീവന മാർഗമൊക്കെ എൻ്റെ നടന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് എനിക്കൊരു ദൈവാനുഭവം ഉണ്ടാവുകയും ആ ദൈവത്തിനെ കൂടുതൽ അറിയാനും ആ ആത്മീയമായിട്ട് വളരാനൊക്കെ ഞാൻ പോയത്. പിന്നെ അതിങ്ങനെ പോയി അതിൻ്റെ ഇടയിലാണ് ഈ പഠനങ്ങൾ, ദൈവശാസ്ത്രം, തത്വശാസ്ത്രം, അതുപോലെ മനഃശാസ്ത്രം, ഇങ്ങനെയുള്ള ഇതുകൾ ഒക്കെ നമ്മൾ അതിൻ്റെ ഒക്കെ ഭാഗമാക്കായി ഒരു 12 കൊല്ലത്തെ ഒരു ഫോർമേഷനൊക്കെ നടന്നത്. അപ്പോഴും ഞാൻ ഒക്കെ അന്വേഷിക്കുന്നുണ്ട്, ആർക്കാണ് ഈ ദൈവാനുഭവം ഉള്ളത്, ആരാണ് ഈ ആത്മീയ വളർച്ചയിലേക്ക് ഉള്ള ആ ഒരു ആഗ്രഹം ആരിലാണെന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും അങ്ങനെയുള്ള വളരെ അപൂർവം ആളുകളാണ് ഈ വക കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണുള്ളൂ. ബാക്കിയൊക്കെ അതും ഒരു പ്രൊഫഷൻ പോലെ, അതും ഒരു എന്താ പറയുക, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ. അതിന് ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഇന്നത്, ഒരു റൊട്ടീൻ.
ഇത് കഴിഞ്ഞാൽ അതിന് ബാഹ്യമായിട്ടുള്ള ഇന്നും പറയില്ലേ, നമ്മൾ പറയില്ലേ പല വേഷങ്ങള്. അതെ, ആൾക്കാർ ഓരോരോ വേഷങ്ങൾ കെട്ടുന്നു. അവർക്ക് ഇങ്ങനെ തോന്നി ഇപ്പം മത ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണില്ലേ, അപ്പൊ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് നാമമാത്ര ക്രിസ്ത്യാനികൾക്ക് തോന്നണം എന്തുട്ടാ അവർക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട് എന്ന് തോന്നണ പോലെ തന്നെ ഇവര് ബാഹ്യമായിട്ട് ഉള്ള ഇതോളാണ് വരുത്തണേ. പക്ഷെ ആത്മീയമായിട്ട് അവർക്ക് വളർച്ചയുണ്ടോ അല്ലെങ്കിൽ ദൈവാനുഭവങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് അതുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ നമുക്കും നമ്മുടെ മനസാക്ഷി പറയുന്നുണ്ട്, ഓരോരോ കാലത്ത് നമ്മുടെ മനസാക്ഷി പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലാവുമ്പോൾ അതിന് ചില രീതികളുണ്ടല്ലോ, ആ രീതിയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനേക്കാളും ഭേദം നമ്മുടെ മനസാക്ഷി എന്താണോ നമ്മളോട് നിരന്തരമായിട്ട് പറയുന്നത്, അപ്പോൾ ആ ഒരു രീതി. അപ്പം ഞാൻ പിന്നെ അതുകൊണ്ടാണ് ഞാൻ 10-17 വർഷം പോയി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നുല്ലോ, തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ലാംഗ്വേജ് പഠിച്ചു, കൗൺസിലിങ്, അതുപോലെ മനഃശാസ്ത്രം, ഇതൊക്കെ പഠനങ്ങൾ ഇതായി. പിന്നെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റി, ഒരുപാട് ആൾക്കാരെയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റി. സ്കൂളിൽ വർക്ക് ചെയ്തു, അനാഥാലയത്തിൽ വർക്ക് ചെയ്തു, ധ്യാന കേന്ദ്രത്തിൽ വർക്ക് ചെയ്തു, പള്ളികളിൽ വർക്ക് ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ആയിട്ടുള്ള അസോസിയേറ്റ് ചെയ്തതിൻ്റെ ഒരു അനുഭവം, ആ മേഖലകളിലൊക്കെ കൊണ്ടുപോയി ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അതെനിക്ക് കുറച്ചുകൂടെ ആ അനുഭവമൊക്കെ നമുക്കൊരു മുതൽക്കൂട്ടാണ് ഇന്ന് ഞാൻ നോക്കുമ്പോൾ. അതെ, പക്ഷെ ഇപ്പൊ ഞാൻ വളരെ ഒരു സിമ്പിളായിട്ടുള്ള ലൈഫാണ് എനിക്ക്. കാരണം പറഞ്ഞാൽ എനിക്ക് ഞാൻ കുറെ ധ്യാനിച്ചൊക്കെ നോക്കി. അപ്പൊ നമ്മൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ആളുകളിലേക്ക് ഈ വചനപ്രഘോഷണം നടത്തുക, അതല്ലെങ്കിൽ ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം, ദൈവേഷ്ടങ്ങൾ ഇതാണ്, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് നമുക്ക് പറയാം. പക്ഷേ അവരുടെ മാനസാന്തരം എന്തോരം എപ്പോഴാവണം, അല്ലെങ്കിൽ ഹൃദയ പരിവർത്തനം എപ്പോഴാണ് വേണം എന്നുള്ളത് അത് ദൈവം തീരുമാനിച്ച ആ ഫുൾഫിൽമെന്റ് ഓഫ് ടൈമിലാണ് അത് നടക്കുക. അപ്പൊ അതിൽ നമ്മൾ പടഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്ത് ഇപ്പൊ എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും 1 മണിക്കൂർ. ആ നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നമ്മളൊരു സിമ്പിൾ ലൈഫാണ് ഇപ്പോൾ. ആ ഇതിൻ്റെതായിട്ടുള്ള ഈ ഓടണ പരിപാടിയില്ല. ഞാൻ ഇവരോട് ഷെയർ ചെയ്തായിരുന്നില്ലേ, ആ അർദ്ധപ്രാണനായിട്ടുള്ള ആ മനുഷ്യൻ വഴിയരികിൽ കിടന്നപ്പോൾ ആ കടന്നുപോയ ആൾക്കാർ അവർ ബിസിയാണ്, അവരുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള അവർക്ക് ആ സിസ്റ്റം പറയുന്നുണ്ട്, ഈ സമയത്ത് ഇന്നത് ചെയ്യണം, ഈ സമയത്ത് ഇന്നത് ചെയ്യണം. പക്ഷേ അവിടെ അവർക്ക് ആ ദൈവേഷ്ടം നിറവേറ്റാൻ പറ്റാണ്ട് പോയത് ഇവർ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള കൊണ്ടാണ്. ഈ മതാനുഷ്ഠാനങ്ങൾക്കും ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ പരക്കം പായുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം എന്താണ് ഇവരിൽ നിന്ന് ആഗ്രഹിക്കണേ എന്നുള്ളത് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറയുന്നത്, ഇപ്പോൾ അച്ഛനെ പോലെ തന്നെ ഞാനും ഈ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്ത് നിന്നാണ് ഇപ്പോൾ ദൈവം എന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരു വ്യക്തി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകണം നിർബന്ധമില്ല. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ്. അതെ, ഒരു ഇറ്റിനറന്റ് ഗുരു. അതെ, അപ്പോൾ ജീസസ് ഒരിക്കലും ഒരു മതസ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ വക്താവായിട്ട് നിന്നല്ല ജീസസ് ഈ ശുശ്രൂഷകളൊന്നും ചെയ്തത്. ഒപ്പം തന്നെ ജീസസിൻ്റെ ഡിസൈപ്പിൾസിനെ പഠിപ്പിച്ചതും ഒരു മതസ്ഥാപനത്തിൻ്റെ ഒരു പൊസിഷനിൽ ഇരുന്നത് കൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്യാനല്ല, ദൈവം നൽകുന്ന ദൗത്യങ്ങളെ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കുമുള്ള ദൈവിക ശുശ്രൂഷ. അതിന് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊസിഷനോ അധികാരമോ സമ്പത്തോ ഒരു എന്താ പറയുന്നത് അതിനൊരു ആനുകൂല്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ദൈവം നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രൊഫഷനും അതിനുള്ള പ്രൊവിഷൻ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തന്നെയാണ്. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അച്ഛൻ്റെ അനുഭവം കൂടെ ഷെയർ ചെയ്യണേ. ഞാൻ ശരിക്കും ഈ ഒരു ദൈവിക അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പെന്തിക്കോസ് മേഖലയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ട്രഡീഷണൽ ചർച്ചിൻ്റെ ഒരു പ്രീസ്റ്റായിട്ട് നിന്നുകൊണ്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ശുശ്രൂഷിക്കാനായിട്ടുള്ള അവസരം ദൈവം ഒരുക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിനകത്തുള്ള കള്ളക്കളികളെല്ലാം മനസ്സിലായി. പാസ്റ്റർമാരെന്താണ്, അച്ഛന്മാരെന്താണ്, ബിഷപ്പ് എന്താണ്, ഈ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഹിഡൻ അജണ്ടകൾ എന്താണ്, എല്ലാം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എനിക്ക് ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് വന്ന് നിന്ന് ദൈവികമായ കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നത്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ യേശുവിനെ നിന്ദിക്കുന്നു,
ബൈബിളിനെ നിന്ദിക്കുന്നു, ദൈവത്തെ നിന്ദിക്കുന്നു. ഒരിക്കലും ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞിട്ടില്ല, ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, ബൈബിളിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും എതിർത്ത് സംസാരിക്കുന്നത് മതവ്യവസ്ഥയാണ്. ജീസസിന്റെ പേരിനെ വെച്ച്, ബൈബിളിനെ വെച്ച് ഒരു ബ്രാൻഡാക്കി ഇതിനെ രണ്ടിനെയും വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഞാൻ എതിർക്കുന്നത്. അല്ലാതെ ഒരിക്കലും ജീസസിനെയോ ബൈബിളിനെയോ അല്ല. ഇത് തന്നെയാണ് അന്ന് ജീസസും ചെയ്തത്. അന്നത്തെ മതവ്യവസ്ഥയെ ജീസസ് ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു, തകർത്ത് കളഞ്ഞു. നിയമങ്ങള് മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. ഈശോ പറഞ്ഞതല്ലേ? അതെ, മനുഷ്യ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതെ. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈശോ എന്ത് ചെയ്തോ, ഈശോ എന്ത് മാതൃകയാക്കി തന്നോ, അതേ കാര്യമാണ്. അപ്പോൾ മാനുഷിക സമ്പ്രദായങ്ങളെ, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പ്രദായങ്ങളെ, ദേവാലയത്തെ പോലും പ്രവചിച്ച് തകർത്തിട്ടാണ് ജീസസ് മറ്റൊരു നിയമത്തെ, ആത്മാവിൻ്റെ നിയമത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് നമ്മുടെ എഫേസ്യർ ലേഖനത്തിനകത്തും ഗലാത്യർ ലേഖനത്തിനകത്തൊക്കെ പറയുന്നുണ്ട്. റോമാലേഖനത്തിനകത്ത് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ന്യായപ്രമാണത്തെ കുറിച്ചല്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. അപ്പം നമുക്ക് വേണ്ടത് ഈ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്കാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ബൈബിളിലെ ലേഖനങ്ങൾ മുഴുവൻ പറയുന്നത്. അപ്പോൾ ജീസസ് അതാണ് കാണിച്ചു തന്നെ മാതൃകയായിട്ട്. അപ്പോസ്തലന്മാരും പൗലോസും അതാണ് നമുക്ക് കാണിച്ചു തന്നെ, അതാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന കപടത നിറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഇതും പറയുന്നത് തെറ്റാണെന്ന് തോന്നാം. ജീസസിനെ ക്രൂശിച്ചതും അതുകൊണ്ടാണല്ലോ. അതെ അതെ, ഓക്കെ. അപ്പം അതുപോലെ അച്ഛൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, ഇതിനെ ഒന്ന് തുടർന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം 2025 വർഷം മുമ്പ് അവിടെ ഈശോ ചാട്ടവാറെടുത്തൊരു സാഹചര്യമുണ്ട് ദേവാലയത്തിൽ. അവിടെ പ്രാവിന കച്ചവടം, നാണയമാറ്റം. ഇപ്പോൾ അത് കഴിഞ്ഞ് 2025 വർഷം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഈ നാണയമാറ്റവും ഈ പ്രാവിന കച്ചവടവും ഈ ബിസിനസ്സൊക്കെ നടക്കുന്നത് വേറെ രൂപഭാവങ്ങളിലാണ്. ഇതിൽ നിന്ന് ഈ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ വേറെ രൂപവും ഭാവവും സ്വീകരിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഈ 2025 കൊല്ലം കഴിയുമ്പോൾ ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അന്ന് ഈശോ ചാട്ടവാറ് എടുത്തു എന്ന് വെച്ചിങ്ങനെ, ഇന്ന് ഈശോ വരികയാണെന്ന് വെച്ചിങ്ങനെ, ഈ കപടതയും അർത്ഥശൂന്യമായിട്ടുള്ള ഈ കാര്യങ്ങളും ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാണുമ്പോൾ വണ്ടിയിലെ ലീഫാണ് ഇടുക. അതെ അല്ലേ? നമ്മൾ പറയില്ലേ ലീഫ് കൊണ്ട് ഉരുക്കൊണ്ടുള്ള സാധനല്ലേ, ആ ലിവർ ഊരിയിട്ടാണ് അടി കിട്ടുക. അപ്പൊ അത്രമാത്രം ഈ മത ആചാര അനുഷ്ഠാനങ്ങൾ ഭൂരിഭാഗം, എല്ലാതുമല്ല ഞാൻ പറഞ്ഞ, ഭൂരിഭാഗം മത ആചാര അനുഷ്ഠാനങ്ങൾ അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, നമ്മളത് മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ആത്മപരിശോധന നടത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ പൊള്ളത്തരങ്ങളും ഇതിന്റെ അർത്ഥശൂന്യതകളും ഇതിൽ മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷെ ഈ സാധാരണ മനുഷ്യന് ഇത് പറയുമ്പോൾ അവരുടെ വിചാരം അവരിതിനെപ്പറ്റി ഡോക്ടറേറ്റ് നടത്തിയിട്ടില്ല, അവര് തത്വശാസ്ത്രം പഠിച്ചിട്ടില്ല, അവര് ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല. ഈ മതപുരോഹിതന്മാരും പൂജാരികളും ഉസ്താദുമാര് എന്ന് പറയും, ഒരുപാട് മതങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കണ ഇവരൊക്കെ ഒരുപാട് പഠനങ്ങളും നടത്തിയവരല്ലേ. അപ്പൊ അവര് പറയണത് അനുസരിക്കണ്ടേ? അവര് പറഞ്ഞതിൽ കാര്യം ഉണ്ടാവും. ഇവർക്ക് ഇത് അന്വേഷിക്കാനും ഇതിലത്തെ യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കാനും അവര് കാലത്തോട്ട് വൈകുന്നേരം വരെ അവര് അന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതാണ് ഈ കൺസേൺ, ഇവർക്കുള്ള ഈ കൺസേൺ ഇതാണ്. അപ്പൊ ആ ഒരു കൺസേൺ വെച്ചിട്ടാണ് ഇവരുടെ എളിയ ഈ വിശ്വാസത്തിനെ ചൂഷണം ചെയ്ത് ഇതിങ്ങനെ വേറൊരു തരത്തിൽ. അന്ന് നാണയമാറ്റം പ്രാവിന കച്ചവടമാണെങ്കിൽ ഇന്ന് വേറെ രീതികളുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പൊ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസാക്ഷി എന്തിനാണ്? നമ്മളും ഇങ്ങനെ, ഞാനൊരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. എൻ്റെ മാതാപിതാക്കൾ കർഷകരായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 10 മക്കളാണ്. അവിടെ അവർ കഴിച്ച ഈ മക്കളെ വളർത്തി കൊണ്ടുവരാൻ അവർ കഴിച്ച പങ്കപ്പാട് എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ അതുപോലെയുള്ള ആൾക്കാരാണ് നമ്മളെ ഈ സമീപിക്കണേ. നമ്മൾ ദേവാലയങ്ങളും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റു സ്കൂളുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ വലിയ ഹൈ ക്ലാസ് പീപ്പിളൊന്നുമല്ല. അപ്പൊ അവര് വരുമ്പോ നമ്മള് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഈ അർത്ഥശൂന്യതകളും ഈ ആചാരാനുഷ്ഠാനങ്ങളും നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ് ഇവരോട് പറയാൻ. നമുക്കറിയാം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല.
പക്ഷെ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വേറെ പറയാൻ പറ്റില്ല നമുക്ക്. അതെ. ഇനി അപ്പോൾ ആ വേദന നമ്മുടെ മനസാക്ഷി അനുവദിക്കാത്ത ആ വേദന നമ്മൾ ലോഹയൊക്കെ കിട്ടി നിന്നിട്ട് ഒരു അച്ഛന് പറയേണ്ടി വരും ചില കാര്യങ്ങൾ. അതെ, അതൊക്കെ ഞാൻ ഉദാഹരണം പറയുന്നില്ല. അപ്പം അത് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു വേദന എടുക്കും. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വേദന എടുപ്പിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടി ഒക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ചുരുങ്ങിയ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യട്ടെ. ഒരു പുരോഹിതനെ ജനങ്ങൾ അച്ഛാന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്യൂരിറ്റി കൂടെ പറഞ്ഞില്ലെങ്കിൽ നമുക്കിതിൻ്റെ പൂർണ്ണത കിട്ടത്തില്ല. ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നമ്മളെ പിള്ളേർ അച്ഛാന്ന് വിളിക്കും. അച്ഛനാണ് പ്രൊവിഷൻ കൊടുക്കുന്നത്, പ്രൊട്ടക്ഷൻ, കരുതൽ, സഹായം, എല്ലാ കാര്യങ്ങളും നൽകുന്ന ഒരു ഗൃഹനാഥനെയാണ് കുഞ്ഞുങ്ങൾ അച്ഛാന്ന് വിളിക്കുന്നത്. ഒരിക്കലും ഒരു ഗൃഹത്തിൻ്റെ അപ്പൻ വന്നിട്ട് അച്ഛൻ വന്നിട്ട് മക്കളെ പൈസ താടാ, വീട്ടിൽ ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇത് കൊണ്ടുവന്നാൽ നാളെ നിനക്ക് ഞാൻ ചാപ്പാട് തരാം. അച്ഛൻ പ്രൊവിഷൻ അങ്ങോട്ട് കൊടുക്കുവാണ്. അച്ഛൻ്റെ കഴിവുകളെയും കാര്യങ്ങളെയും ആ മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ് മക്കൾ അച്ഛാന്ന് വിളിക്കുന്നത്. ഒരു സഭയിലുള്ള ഒരു പുരോഹിതനെയും ജനങ്ങൾ അച്ഛാന്ന് വിളിക്കുന്നത് പുരോഹിതൻ നിസ്വാർത്ഥപരമായി എക്സ്പെക്ടേഷൻ ഇല്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അച്ഛാന്ന് വിളിക്കുന്നത്. പക്ഷേ ഇന്ന് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ കാര്യത്തിനകത്തും പിഴിയുന്ന ഒരു വ്യക്തിയെ, മക്കളെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും അപ്പനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, സ്ഥാപനങ്ങളിലാണ് പിഴിഞ്ഞ് ചാറെടുത്തിട്ട് നക്കാപ്പിച്ച കൊടുത്ത്, അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾച്ചറാണ്. സോ ഇന്ന് അച്ഛ എന്ന് വിളിക്കാൻ ശരിക്കും അർഹതയുള്ളത് നമ്മളെയല്ലേ എന്ന് പറഞ്ഞ കുടുംബജീവിതം മാത്രമല്ല. ഇപ്പോൾ അച്ഛൻ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അർത്ഥപ്രാണനെ സഹായിച്ച കാര്യം, അനാഥാലയങ്ങളിൽ പോയിട്ട് അങ്ങോട്ട് സേവനം ചെയ്യുന്ന കാര്യം പ്രതിഫലേച്ഛയില്ലാതെ പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞിട്ട് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എൻ്റെ കൂടെയും 10-30 പിള്ളേരുണ്ട്. ആ പിള്ളേർക്ക് ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ എഫേർട്ട് അങ്ങോട്ട് കൊടുക്കുവാണ്, എൻ്റെ കാശ് അങ്ങോട്ട് ഇടുവാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ കൊടുക്കുവാണ്. അവരിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഒരു അപ്പനെന്ന് പറയാൻ യോഗ്യത അങ്ങോട്ട് എക്സ്പെക്ടേഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ശരിക്കും അച്ഛൻ ആരാ? ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് അതിൻ്റെ അർത്ഥം മാറിപ്പോയിരിക്കുക. അപ്പോൾ ഞാൻ ഈ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ഞാനതങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ പുരോഹിത സ്ഥാനത്തിരിക്കുന്ന കത്തോലിക്ക വൈദികർ, അതുപോലെ തന്നെ എന്നെക്കാളും പ്രായം കൂടിയ നമ്മളെയൊക്കെ ഗൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വൈദികരുണ്ട്. അവരെ ഞാൻ ഫാദർ എന്ന് ഞാൻ വിളിക്കില്ല. ഞാൻ ആ വിളി ഒഴിവാക്കി. ഞാൻ അവരെ സല്യൂട്ട് ചെയ്യും. ഒന്നില്ലെങ്കിൽ ബ്രദർ, ലവിങ് ബ്രദർ ഇൻ ജീസസ്. ബ്രദറാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, മക്കളല്ലേ, ദൈവത്തിൻ്റെ മക്കൾ. അപ്പം നമ്മൾ സഹോദരങ്ങളാണ്. പിന്നെ ഇവർക്ക് ഈ സ്വയം പലരും, എല്ലാവരും അല്ല, ആത്മീയ ഗുരുക്കന്മാരുണ്ട്, ദൈവാനുഭവം ഉള്ളവരുണ്ട്, ആത്മീയ ജീവിതം നയിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇവർ സ്വയം കയറി അങ്ങോട്ട് അച്ഛൻ ചമയാണ്. ഒരു നീണ്ട വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ, 20 ബട്ടൺസ് വെച്ച ഒരു നീണ്ട വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങോട്ട് അച്ഛൻ ചമഞ്ഞ്. അപ്പോൾ ആരുടെ അച്ഛൻ? ഏത് തരത്തിലാണ് ഇവർ ഫാദർ? ഇംഗ്ലീഷിൽ ഫാദർ എന്ന് പറയുന്നത്, മലയാളത്തിൽ നമ്മൾ അച്ഛൻ എന്ന് പറഞ്ഞു. ഈ ഭാരതീയ സംസ്കാര പ്രകാരം അച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് ഞാൻ അച്ഛനല്ലാതിരുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള ആളോട് ഞാൻ പറഞ്ഞു ഒരു ഐറണി, സീത ഐറണി. ഞാൻ അച്ഛനല്ലാതിരുന്ന സമയത്ത് എല്ലാവരും എന്നെ അച്ഛൻ എന്ന് വിളിച്ചു. ഇപ്പൊ ഞാൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. ഇപ്പൊ ആരും എന്നെ അച്ഛൻ എന്ന് വിളിക്കുന്നില്ല. ഇതിന്റെ ഐറണി നോക്ക്. അപ്പോ ഏത് തരത്തിലാണ് ഇവര് അച്ഛന്മാരായത്? ചിലരൊക്കെ ഗുരുക്കന്മാർ പറയും ഞങ്ങൾ ആത്മീയ മക്കൾ കുറേ ഉണ്ട്, ആത്മീയ മക്കളുള്ള കാരണം കൊണ്ട് അവർ അച്ഛന്മാരാണ്. പക്ഷെ ബൈബിള് പറയുന്നുണ്ട് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ അല്ലാണ്ട് വേറെ ആരെയും ഫാദർ എന്ന് വിളിക്കരുത്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞാലും നമ്മളത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അത് ബൈബിള് പലതും പറയും. ഇപ്പൊ അച്ഛൻ പറയാനുള്ള കാര്യം പറയും എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യും. മനസ്സിലായ? അപ്പൊ അത് ചിലതൊക്കെ ഇങ്ങനെ ഒരു കൂട്ടത്തോട് കൂടി ഇങ്ങനെ പോവുക. അവനും പോണ്ടല്ലോ, ഈ ആളും പോണ്ട്, മറ്റവരും പോണ്ട്, പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവാന്നേ.
ഈ ഒഴുക്കിൽ പെട്ട് പോണ പോലെ ഈ വീതി കൂടിയ റോട്ടിൽ കൂടെ പോവുക. പക്ഷെ പിന്നെ വളരെ ചുരുക്കം ആളുകളാണ് ഈ സഭയുടെ ഉള്ളിലുണ്ട്. സഭയുടെ ഉള്ളിൽ ഒരു 10% വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അവരുടെ നിലവിളിയും പ്രാർത്ഥനയും നെടുവീർപ്പുകളും അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം കൊണ്ടാണ് ഇപ്പം അത് പിടിച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു ഓളത്തിന് ഇങ്ങനെ പോവുകയാണ്. പിന്നെ അതാണ് ഈ വീതി കൂടിയ വഴി എന്ന് പറഞ്ഞത്. അതിൽ ഞാനൊരു പുസ്തകം തത്വശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു പുസ്തകം വായിച്ചു, റോഡ് ലെസ് ട്രാവൽഡ്. ആരാ എഴുതിയേക്കണേന്ന് എനിക്ക് അറിയില്ല. റോഡ് ലെസ് ട്രാവൽഡ്. അതിലാണ് ഇപ്പോൾ മനോജിയൊക്കെ യാത്ര ചെയ്യണേ. അതിൽ കൂടെ പോകാൻ അത് വെട്ടിത്തെളിച്ച് പോകണം. അവിടെ മുള്ളും കല്ലും എല്ലാം ഉണ്ടാവും. അത് വെട്ടിത്തെളിച്ച് അതിന് മുമ്പ് ആരും നടന്നിട്ടില്ല. ഇതിൽ ഒരുപാട് ആൾക്കാർ നടന്ന് വഴി വീതി കൂടിയ കാരണം കൊണ്ട് അതിൽ കയറി അങ്ങോട്ട് നടക്കാം. ഒരുപാട് ആൾക്കാർ, മെജോറിറ്റി. മറ്റേതിന് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഈ ലോസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് അതുപോലെയാണത്. നമ്മൾ കാട്ടിൽ പെട്ടുപോയി പുറത്തേക്ക് വരാൻ വെട്ടിത്തെളിക്കണം, അന്വേഷിക്കണം. വടക്കോട്ടാണോ കിഴക്കോട്ടാണോ പോകണ്ടേ? അപ്പോൾ അവിടെ ദൈവേഷ്ടം നിങ്ങൾ നോക്കണം, ദൈവത്തിന് പ്രേരണ വേണം. അപ്പോൾ ആ ഒരു റോട്ടിൽ കൂടെ, ആ ഒരു റോഡ് ലെസ് ട്രാവൽഡ്, അതിൽ കൂടെ മനോജിയൊക്കെ പോകണ കാണുമ്പോൾ ആണ് എനിക്ക് ഈ അട്രാക്ഷൻ തോന്നി. നമ്മൾ ബന്ധപ്പെടുകയും ദൈവം ഇപ്പം നമുക്ക് ആത്മീയ കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ ഇടവരുത്തി. ഈ ക്രിസ്മസ് അടുത്ത് വരുന്ന ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് ആയി. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈശോയുടെ ജന്മദിനം ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ മുന്നോടിയായിട്ടാണ് മനോജി വന്നതും നമ്മൾ ഈ ഒരുമിച്ച് പങ്കിടുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട്. അപ്പം സന്തോഷം, ഒരുപാട് നന്ദി. പിന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ കുറച്ച് സമയമായി കാണും, ഒരു 10-15 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അത് കാണുന്നവർക്ക് അരോചകമായി മാറാണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പിടിക്കാം. അപ്പോൾ നന്ദി, താങ്ക് യു.